ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 6, വിശുദ്ധ നോർബർട്ടിൻ്റെ തിരുനാൾ. ജർമ്മനിയിലെ റൈൻലാൻഡിൽ സാൻഡോൺ നഗരത്തിൽ 1080 ഒരു രാജകുടുംബത്തിൽ നോർബർട്ട് ജനിച്ചു. സുഖമായി ജീവിക്കണമെന്ന് മാത്രം വിചാരമുണ്ടായിരുന്നവൻ 5ാം പട്ടം സ്വീകരിച്ചപ്പോൾ പോലും ലൗകിക ലക്ഷ്യങ്ങളിൽ നിന്ന് വിമുക്തനായിരുന്നില്ല. ഉല്ലാസപ്രിയനായ നോർബർട്ട് കൂടുതൽ നിയന്ത്രണം വന്നേക്കുമെന്ന് ഭയന്ന് 5ാം പട്ടം കഴിഞ്ഞ് മുന്നോട്ടു പോയില്ല. ഒരിക്കൽ ഒരു മൈതാനത്തുകൂടി കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കാറും കോളും വരികയും കുതിര ഭയന്ന് നോർബർട്ടിനെ തള്ളി താഴെയിടുകയും അവിടെ ബോധമില്ലാതെ 2 മണിക്കൂർ കിടക്കുകയും ബോധം വന്നപ്പോൾ സാവൂളിനെ പോലെ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങയുടെ തിരുമനസ്? ആന്തരികമായ ഒരു സ്വരം ശ്രവ്യമായി. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. അനുതാപ പൂരിതനായ നോർബർട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാതെ മൗനവും ഏകാന്തതയും ഭജിച്ചു. രോമചട്ട ധരിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിമഗ്നനായി. 2 കൊല്ലവും കൂടി ഒരുങ്ങിയ ശേഷം പുരോഹിത പട്ടം സ്വീകരിച്ചു. 40 ദിവസത്തെ ഒരു ധ്യാനവും കൂടി കഴിച്ചാണ് പ്രഥമ ദിവ്യബലി സമർപ്പിച്ചത്. സുവിശേഷ വായനയ്ക്കു ശേഷം ലൗകിക സുഖങ്ങളുടെ മായാ സ്വഭാവത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു. പിറ്റേ ദിവസം ചാപ്റ്റർ യോഗത്തിൽ തങ്ങളുടെ സഭയിലുള്ള അഴിമതികൾ ഫാദർ നോർബർട്ട് ചൂണ്ടിക്കാട്ടി. തനിക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം ജലാസിയൂസ് മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി പ്രിമോൺ ത്രോൺസിയൻ സന്യാസ സഭ സ്ഥാപിച്ചു. 1126 നോർബർട്ട് മഗ്ഡിബർഗിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. ജീവിതം പണയം വച്ച് പല പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തിയ ശേഷം 53ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് നോർബർട്ട് ദിവംഗതനായി. വിശുദ്ധ നോർബർട്ടെ, ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.